കോൺഗ്രസ് എല്ലാ കാലത്തും ആ പാർട്ടി നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളോട് പോരാടുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല. മറിച്ച് കൂട്ടത്തിൽ ആരാണ് കേമൻ എന്നതിലുള്ള പോരാട്ടമാണ് കോൺഗ്രസിനുള്ളിൽ പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഇപ്പോഴും അത്തരമൊരു പോരാട്ടം തന്നെയാണ് കോൺഗ്രസിൽ സജീവമായി അരങ്ങേറുന്നത്. ഈ പോരാട്ടം എന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിലാണ്. SNDPയും NSSും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾക്ക് വി.ഡി. സതീശനോട് കടുത്ത എതിർപ്പാണുള്ളത്. ഏതായാലും സാമുദായിക സംഘടനകളുടെ സതീശനോടുള്ള എതിർപ്പ് ഗുണകരമാകുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കാണ്. കോൺഗ്രസിൽ രൂപപ്പെടുന്ന പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളാണ് ചെന്നിത്തലയെ സതീശനെ മറികടന്ന് ജാതി സംഘടനകൾക്കിടയിൽ സ്വീകാര്യനാക്കുന്നത്. കോൺഗ്രസ് നേതാക്കളിൽ സതീശനോ രമേശ് ചെന്നിത്തലയോ കേമൻ എന്ന തരത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്കും പൊതുമണ്ഡലത്തിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഇതിന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ തുടക്കമിടുകയും ചെയ്തപ്പോൾ ജാതി സംഘടനകളുമായി ചെന്നിത്തല കൂടുതൽ അടുക്കുന്നതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വ്യക്തമാകും. തങ്ങളിൽ ആരാണ് കേമനെന്ന് തെളിയിക്കാൻ പഠിച്ച പണി 18 നടത്തി ചർച്ചകൾ സജീവമാക്കി വരാനിരിക്കുന്ന പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനായുള്ള പിച്ചുകൾ തയ്യാറാക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ കണക്കാക്കുമ്പോഴും ലക്ഷ്യം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. എന്നാൽ അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പുറത്ത് നേതാക്കൾ നല്ല പിള്ള ചമഞ്ഞ് നടക്കുമ്പോഴും ചർച്ചകൾ നടക്കട്ടെ എന്ന് അവരെല്ലാം മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സതീശന്റെ പിന്നിൽ യുവ നേതൃത്വം അണിനിരുന്നതോടെ ഒരു സതീശൻ ഗ്രൂപ്പ് തന്നെ കോൺഗ്രസിൽ ഉടലെടുത്തു. വി.ഡി. സതീശനും കെ സുധാകരനും തമ്മിലുള്ള അഭിപ്രായ അനൈക്യം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വരികയും ചെയ്തു. ഇതിനിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയവും പാലക്കാട്ടെയും വയനാട്ടിലെയും ഉപതിരഞ്ഞെടുപ്പിലെ വിജയ തുടർച്ചയും നിലമ്പൂരിലെ അട്ടിമറി വിജയവും കോൺഗ്രസിനെ തേടിയെത്തിയതോടെ വിജയം ആരുടെ ക്രെഡിറ്റ് എന്ന ചർച്ചയായി. ഒപ്പം മുഖ്യമന്ത്രി ചർച്ചയും സജീവമായി. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഹൈക്കമാൻഡിനും താല്പര്യം സതീശനോടാണ്. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്തുണയും സതീശനുണ്ട്. എന്നാൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് സാമുദായിക സംഘടനകളുടെ പിന്തുണയും ആവശ്യകരമാണ്. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി തുടക്കമിട്ടത് തന്നെ സതീശനെ ലക്ഷ്യം വെച്ചായിരുന്നു. കോൺഗ്രസിലെ നിരവധി നേതാക്കളെ തനിക്കറിയാം. എന്നാൽ മറ്റൊരു നേതാവിനും ഇത്രയും ധാർഷ്ട്യമില്ല. സ്വയം പ്രമാണിയാകാൻ ശ്രമിക്കുമ്പോൾ പ്രാണിയായി മാറുകയാണ്. സമുദായ നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും സതീശൻ തള്ളി. ഒറ്റയ്ക്കായി എന്ന് തോന്നിയപ്പോഴാണ് പല വിഷയങ്ങളിലും തിരുത്തൽ നടപടിക്ക് സതീശൻ തയ്യാറായത്. അഹങ്കാരത്തിന്റെ ആളുരൂപമായി മുന്നോട്ടു പോയാൽ സതീശന്റെ രാഷ്ട്രീയ ജീവിതം സർവനാശത്തിലേക്ക് പോകുമെന്നും വെള്ളാപ്പള്ളി മുൻപ് പറഞ്ഞിരുന്നു. തുടർച്ചയായുള്ള വി.ഡി. സതീശനോടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ സമീപനത്തിൽ സതീശനും ഒരിഞ്ച് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ്. എന്നാൽ സതീശന്റെ ഈ നിലപാട് അദ്ദേഹത്തിന് ഗുണകരമാകുന്നതിനുള്ള സാധ്യതകൾ കുറവാണ്. പൊതുവെ ഏതൊരു രാഷ്ട്രീയ വിഷയങ്ങളിലും തികഞ്ഞ അഹങ്കാരത്തോടെ പെരുമാറുന്ന നേതാവാണ് സതീശൻ. പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് KPCC പ്രസിഡന്റ് കെ സുധാകരനോടുള്ള സതീശന്റെ നീരസം എല്ലാവരും കണ്ടതായിരുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിലായിരുന്നു സുധാകരനെ സതീശൻ കോമാളിയാക്കിയത്. പിന്നീടും പല വിഷയങ്ങളിൽ തന്റേതായ നിലപാട് സ്വീകരിക്കുകയും മറ്റെല്ലാ തീരുമാനങ്ങളെയും ഓവർടേക്ക് ചെയ്യുകയും ചെയ്യാറുള്ള സതീശന്റെ രീതി പലർക്കും ഇഷ്ടമുള്ളതല്ല. പലപ്പോഴും പാർട്ടി തീരുമാനങ്ങളെ ഹൈജാക്ക് ചെയ്യുന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സതീശൻ നടത്താറുണ്ട്. പാർട്ടിക്കുള്ളിലും എല്ലാ വിഭാഗത്തെയും ഒരുമിച്ച് നിർത്തുവാനുള്ള കഴിവൊന്നും സതീശന് തീരെയില്ല. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സതീശനും പരസ്പരം മത്സരിച്ചാണ് മാധ്യമങ്ങളെ കാണുന്നത്. രമേശ് ചെന്നിത്തല എല്ലാ ജില്ലകളിലും യാതൊരു പറയത്തക്ക സ്ഥാനവും ഇല്ലാഞ്ഞിട്ടും വിവിധ റാലികളും പരിപാടികളും സംഘടിപ്പിക്കുകയാണ്. ഇതിലും പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ട്. അനാവശ്യത്തിനും ആവശ്യത്തിനുമെല്ലാം പരസ്പരം മത്സരിച്ച് മാധ്യമങ്ങളെ കാണുന്ന ഇരു നേതാക്കളുടെയും രീതിയിൽ ഒരുപോലെ എതിർപ്പുള്ളവരും കോൺഗ്രസിനുള്ളിലുണ്ട്. എന്തായാലും രണ്ടുപേരും നടത്തുന്ന വൺമാൻ ഷോ കോൺഗ്രസിന് ഗുണമാകില്ലെന്ന വിലയിരുത്തലാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നത്.